ജയിലിൽ കിടന്നിട്ടൊക്കെ വരുത്തോളം എന്ന് പറയുന്നത്. അന്നേരം എന്നാ ഏത് ദിവസമാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ അന്നേരവും പ്രാർത്ഥിക്കുക റബ്ബിനോട്, പഠിച്ചവനെ എത്ര എളുപ്പം എത്തിച്ചതാണ് ഞങ്ങളുടെ മുമ്പിലാണ്. എല്ലാവരും വിളിക്കും, നീ അന്നേരം എല്ലാവരും ചോദിക്കുക, നീ എങ്ങനെ സഹിച്ച്, നീ എങ്ങനെ മുന്നോട്ട് പോയി ഇതൊക്കെ തരണം ചെയ്ത്. അന്നേരം നമുക്ക് അള്ളാഹു ഒരു ബലം തന്നു മുന്നോട്ട് പോയങ്ങനെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ തിരിച്ചറിയൽ പരേഡ് അതിലാ ഏറ്റവും വലിയ. അത് എൻ്റെ മനസ്സലിഞ്ഞാണ് വായിച്ചപ്പം. ഇനി ഗൾഫിലേക്ക് വിടുവോ? ഇനി പോകുന്നില്ല. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert. ആടുജീവിതം സിനിമയാവുമ്പോൾ നജീബിൻ്റെ ഭാര്യ ഒരു നായികയാണ്. ആ നായികയാണ് ഇപ്പോൾ എന്നോടുള്ളത്, സഫിയത്ത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഒരു നോമ്പ് സമയത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് അല്ലേ? ഒത്തിരി സങ്കടങ്ങൾ മനസ്സിലൊതുക്കി ജീവിച്ച ഒരു ഭാര്യ അല്ലേ? ആ യാത്ര ഒന്ന് പുറകോട്ട് നോക്കിയാൽ എങ്ങനെയാണ് അന്നിത്ത? ആ യാത്ര പുറകോട്ട് നോക്കിയാൽ നമുക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല ഇനിയിപ്പോൾ ആ സംഭവങ്ങളൊന്നും. ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും നമ്മൾ മുന്നോട്ട് പോയ നാളുകളാത്. ഭർത്താവിൻ്റെ ഒരു വിവരം പോലും ഇല്ലാതെ അത്രയും 2.5 വർഷം നമ്മൾ ജീവിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസപ്പെട്ട ജീവിതം. പിന്നെ സഹിച്ച് നിന്നങ്ങ് എങ്ങനെ എന്തെങ്കിലും ഒരു നാളിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ പിടിച്ചു നിന്നു. ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പല പ്രാവശ്യം നോക്കിയെന്ന് പറയുന്നു. ഓർത്തായിരുന്നു. ഈ പോയിട്ടൊരു വിവരവും ഇല്ല, നമുക്ക് ഒരു കത്ത് പോലും വന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടാനൊരു സാധ്യതയില്ല. അങ്ങനെ ഓർത്തു ഇനി മരിക്കാൻ, ചിലപ്പോൾ ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ എന്തെങ്കിലും സംഭവിച്ച് കാണുമെന്നുള്ള ഇത് മനസ്സിൽ വന്നിട്ട് അങ്ങനെ തീരുമാനിച്ചു. പിന്നെ ഓർത്തൊരു കുഞ്ഞ് വയറ്റിൽ കിടപ്പുണ്ടല്ലോ, അതിൻ്റെയും കൂടെ ജീവൻ കളയുന്ന എന്തിനാന്ന് ഓർത്ത് വീണ്ടും പിടിച്ചു നിന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയത്. അല്ല, എനിക്ക് തോന്നുന്നു സുബഹി മുതൽ ഇശാ വരെ നിസ്കരിക്കുമ്പോഴും ആ നിസ്കാരത്തിലൊക്കെ ഈ ദുആ മാത്രം അല്ലേ? ദുആ മാത്രം. വരുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ല, അത് ഞാൻ കേൾക്കുന്നു. വന്ന് ഈ നജീബ്ക്ക വന്ന് കയറുമ്പോഴും ഇഷ നിസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വിശ്വസിക്കുന്നില്ല, എത്തുമെന്ന് വിശ്വസിക്കുന്നില്ല അല്ലേ? പിടികിട്ടിയെന്നും പിന്നെ ദിവസം വരുമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അത് പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. ജയിലിൽ കിടന്നിട്ടൊക്കെ വരുത്തോളം എന്ന് പറയുന്നത്. എന്നാ ഏത് ദിവസമാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ അന്നേരവും പ്രാർത്ഥിക്കുക റബ്ബിനോട്, പഠിച്ചവനെ എത്ര എളുപ്പം എത്തിച്ചതാണ് ഞങ്ങളുടെ മുമ്പിൽ എന്നിട്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രി സംസ്കാര ശേഷം കയറി വരുന്നത്. അപ്പം മോനുണ്ട്, മോന് ചെറുതാണ്, 2 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ വാപ്പായും ഒക്കെ ചോറ് കഴിക്കാനായിട്ടിരിക്കുക. അപ്പം ചേട്ടൻ്റെ വീട്ടിലാണ്, ഞങ്ങൾ ഈ വീട്ടിലായിരുന്നു. ഈ വീടല്ല, അന്ന് പഴയ വീടാണ്. അപ്പം അവിടെ ഇരുന്നപ്പോഴാണ് വന്നത്. അങ്ങനെ എൻ്റെ വാപ്പ അല്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ വാപ്പ പറഞ്ഞത് മോൻ്റെ വാപ്പിച്ച വന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പ ഇതല്ലെന്ന് പറഞ്ഞു. മോൻ എത്ര വയസ്സാണ്? 2 വയസ്സല്ലേ? അല്ല, മോൻ അപ്പം നമ്മൾ ഇതാണ് വാപ്പ എന്ന് കാണിക്കാൻ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു? ഇല്ല, പഴയതൊക്കെ കാണിച്ചു കൊടുത്തിട്ടില്ലേ? നേരത്തെ മുട്ടയടിച്ച് ഒരുമാതിരി രൂപത്തിലല്ലേ വരുന്നത്. അത് കണ്ട് കറുത്തിട്ട് നല്ലപോലെ കറുത്ത് അങ്ങനെ വന്ന് കണ്ടപ്പോ കുഞ്ഞ് ഓടിക്കളഞ്ഞ് എൻ്റെ വാപ്പ അല്ലെന്നും. അത് മനസ്സിൽ ഭയങ്കര വേദന അല്ലേ? ഉമ്മാക്ക് വലിയ വേദനയായിരിക്കും. അതെ, വലിയ വേദനയായിരുന്നു. ഞങ്ങളെല്ലാം കരച്ചിലായിരുന്നു. അപ്പം വന്ന് കയറിയ കണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ. ഞാൻ വന്ന് കണ്ടാൽ വളരെ സന്തോഷം. അവിടെ ഒരു കത്ത് കിട്ടി അല്ലേ? കത്ത് കിട്ടി. ഇത്താടെ വാപ്പ ഇവിടെ വന്നിട്ടാണ് ആ കത്ത് വായിക്കണത്. ഇത്താനെ കാണിച്ചില്ല, വായിച്ചു കേൾപ്പിക്കുന്നു. അവിടെ എല്ലാം കുറെ സാധനങ്ങൾ എഴുതിയത് മറച്ചു വെച്ചോണ്ടായിരുന്നു വായിച്ചും കേൾപ്പിച്ചില്ല. ഇവിടുന്ന് വായിച്ച് കേട്ടോണ്ട് വന്ന് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ആള് ജീവിച്ചിരിപ്പുണ്ട്, ആളിനൊന്നും സംഭവിച്ചിട്ടില്ല, രക്ഷപ്പെടാൻ ഇച്ചിരി പാടാണ്, കുടുങ്ങി ഇതുപോലെ കിടക്കുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ പടച്ചവനെ വിളിച്ച് പടച്ചവനോട് പറഞ്ഞു, പടച്ചവനായിട്ട് നമുക്ക് എത്തിച്ചു തന്നു. ആ ഒരു നിമിഷമൊക്കെ ഇപ്പൊ രക്ഷപ്പെടാൻ പറ്റില്ല, ഒരു കുടുക്കിൽ പെടുവാണ്, രക്ഷപ്പെടുവെന്ന് അറിയില്ല എന്ന ആ കത്ത് വായിച്ചപ്പോൾ ഒരു മാനസികാവസ്ഥ നമുക്ക് വീട്ടിലുള്ളവർക്കാർക്കും വായിക്കാൻ പറ്റിയില്ലെന്നാ പറഞ്ഞത്, ഇവിടെ ഉള്ളവർക്ക്. അപ്പം അവര് അയലത്തുള്ള ഇത്തായെ കൊണ്ട് അത് വായിച്ച് പൂർണ്ണമായിട്ടും കേട്ടതാണ്. വായിച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പൂർണ്ണമായിട്ട് എഴുതിയിട്ടില്ലെന്നാ പറയുന്നത്. ഇതിൽ അവിടുത്തെ ദുരിതങ്ങളെല്ലാം എഴുതിയിട്ടില്ല, എന്നിട്ടും നമുക്കത് വായിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.
ഈ ദുരിത ജീവിതമൊക്കെ ഈ പുസ്തകം ഇറങ്ങിയ പുസ്തകം വായിച്ചിരുന്നു ഇത്ത? പുസ്തകം വായിച്ച് ഞാൻ പൂർണ്ണമായിട്ടും അറിയുന്നു. ആ വായിച്ചപ്പോ ആ ഇക്കാടെ അവസ്ഥ ഓർക്കുമ്പോ അല്ലെ ഇപ്പോഴും മനസ്സിന് വിഷമമാണ്. നമുക്ക് ഭയങ്കര വിങ്ങലാത്. വിഷമത്തോടു കൂടി നമുക്കത് ഓർക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ അനുഭവിച്ചോ എന്റെ ഇക്ക അല്ലെ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തല്ല പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ? പിന്നെ ഇതിനെ കുറിച്ച് ഇവിടെ വന്നതിന് ശേഷം ഇക്ക ഇപ്പൊ പുസ്തകത്തിലെല്ലാം ഇത്ത വായിച്ചിരുന്നു, ഇത്ത വായിച്ചെങ്കിലും വന്നതിന് ശേഷം ഇക്ക പറഞ്ഞിരുന്നോ കാര്യങ്ങൾ? ഈ പുസ്തകത്തിൽ എഴുതിയ ഇതൊക്കെ ഞാൻ അനുഭവിച്ചതാണ്. ഇപ്പൊ ചോദിക്കുമ്പോ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അന്നേരം ഒന്നും ചോദിച്ചപ്പോ പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അറിയണ്ട, ഇനി അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, പിന്നെ ഒരുപാട് വിഷമിച്ചില്ലേ, ഇനി അതോർത്തൊന്നും അതറിയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. പിന്നെ കുറെ നാള് ബഹ്റൈനിലൊക്കെ പോയി കഥ എഴുതി പുസ്തകം ആയതിനു ശേഷമാണ് ഞാനിത് വായിച്ച്. പുസ്തകം ആയെന്ന് എൻ്റെ നാത്തൂമാർ അവിടെ ഉണ്ടായിരുന്നു ഗൾഫിലാണ്. അവര് പറഞ്ഞറിഞ്ഞാ ഞാൻ പുസ്തകമായെന്നും പിന്നെ അത് വാങ്ങിച്ച് വായിക്കുന്നത്. ആദ്യമേ വരുമ്പോ ഇതൊന്നും പറഞ്ഞില്ല, പുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ കുറച്ച് നമ്മൾ അറിഞ്ഞു, പിന്നെ കുറച്ച് പറയുകയും ചെയ്തു. അന്നേരം ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ അതൊക്കെ അനുഭവിച്ച് എന്ത് ചെയ്യാനാ, നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞെല്ലാം പറഞ്ഞു. അനുഭവിച്ചത് തന്നെ അല്ലെ? പിന്നെ ബഹ്റിനിൽ പോകുന്നു, ഇത്താടെ ബന്ധുക്കളൊക്കെ കൂടി അല്ലെ? സ്വന്തം ആങ്ങളെ ബഹ്റിനിൽ കൊണ്ടുപോകുന്നു. പിന്നീട് അവിടെ നിന്ന് ഒരു ജീവിതം തുടങ്ങുന്നതും ഞങ്ങൾക്ക് വീടാവുന്നതും എല്ലാം വന്നു. ഇനി ഗൾഫിലേക്ക് വിടുവോ? ഇനി പോകുന്നില്ല, നമുക്കുള്ളത് മതി. അത് മതി. അന്നും പോകാനൊരുങ്ങിയപ്പോ ഞാൻ പറഞ്ഞു പോകണ്ട. രണ്ടാമത് എന്നോട് പറഞ്ഞു രണ്ടാമത് പോകാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു പോകണ്ട എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. ഇവിടെ നമുക്കുള്ളത് കൊണ്ട് അന്നേരം പിന്നെ മോളായി നമുക്കൊരു വീടില്ല, എങ്ങനെയും ജീവിക്കണ്ടേന്നൊക്കെ പറഞ്ഞാ വീണ്ടും പോയി. പിന്നെ സമാധാനം നമ്മുടെ ബന്ധുക്കാരുടെ അടുത്തോട്ടല്ലേ പോകുന്നു. ആങ്ങളമാര് രണ്ടുപേര് ഫാമിലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് സമാധാനമായിരുന്നു നമുക്ക്. പിന്നെ പോയ നല്ല ജോലി, നല്ല കുഴപ്പമില്ല. ആ ജോലി ഉണ്ടാക്കിയാണല്ലോ ഇപ്പൊ വീട് അല്ലെ? ഒത്തിരി ഒന്നും ആഗ്രഹമില്ല എന്നാണ് എന്നോട് ജീവിക്കാൻ പറഞ്ഞത്. എനിക്ക് ഇതൊക്കെ മതി. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ഒരുപാട് സമ്പാദിച്ചു കൂട്ടുണ്ട്, ഇതൊക്കെ മതി. സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം, നമുക്ക് കടവും ബാധ്യതകളും ഇല്ല, സന്തോഷമായിട്ട് ജീവിക്കണം. അത് മക്കളൊക്കെ ഇപ്പൊ എന്ത് പറയുന്നു? വാപ്പാടെ ഈ ജീവിതമൊക്കെ മക്കള് പുസ്തകത്തിലൊക്കെ വായിച്ചല്ലോ, ഒരു മോനും ഒരു മോളും, ഇവരൊക്കെ വായിച്ചല്ലോ. അഭിമാനം എന്ന് വെച്ചാൽ എൻ്റെ വാപ്പ ഇത്ര അനുഭവിച്ചെങ്കിലും ഇപ്പൊ പുറലോകം അറിയുന്നില്ലേ, മക്കള് ഒക്കെ സന്തോഷം അവർക്ക്. മോന് അതിൽ നിന്ന് പിന്നെ ഗൾഫിൽ പോയതും ഗൾഫിലല്ലേ? ലുലുവില് വിളിച്ച് വാപ്പായ്ക്ക് കൊടുക്കാന്ന് ജോലിയാ മോന് കൊടുത്തത്. എവിടെയാണ് ഗൾഫില്? മസ്കറ്റിൽ, ഒമാനിലല്ലേ? ഒമാനിലാണ് ഇപ്പം അല്ലേ മോനുള്ളത്? ഒമാനില്. മോളോ എവിടെയാണ്? ഇവിടെ വീട്ടിലുണ്ട്, കല്യാണം കഴിച്ചങ്ങടെ അടുത്ത് തന്നെ വിട്ട, ഇപ്പൊ ഇവിടെ ഉണ്ടല്ലേ? ഈ പറഞ്ഞതുപോലെ നജീബുക്കാക്ക് മറ്റ് കൂടപ്പുറപ്പുകളുണ്ടോ? നജീബുക്കാടെ കൂടപ്പുറപ്പുകളൊക്കെ 5 പേരായിരുന്നു. 3 ആണും 2 പെണ്ണും. അതിലൊരെണ്ണം തളർന്നു കിടന്നായിരുന്നു, അത് മരിച്ചുപോയി. ഇനിയിപ്പൊ 4 പേരുണ്ട്. ജ്യേഷ്ഠനാണല്ലേ? ഇവരൊക്കെ ഒത്തിരി അനുഭവിച്ചു, ഒരുപാട് അനുഭവിച്ചു. എല്ലാവർക്കും നമ്മളെല്ലാവരും നമ്മളോട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടുത്തെ വീട്ടുകാരും അടുത്ത വീട്ടുകാരും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്ത് സമാധാനിപ്പിച്ച് അങ്ങനെ നമ്മൾ പിടിച്ചു നിന്നു. ഈ സിനിമ ആവുക പറഞ്ഞപ്പോ എന്ത് തോന്നി? സന്തോഷം തോന്നി, വളരെ സന്തോഷം തോന്നി. നജീബ് എന്ന കഥാപാത്രം ചെയ്യുന്ന പൃഥ്വിരാജ്, ഇത്താടെ കഥാപാത്രം ചെയ്യുന്ന അമല പോള്, അപ്പൊ അവര് ചെയ്യുന്നത് നമുക്ക് നല്ല സന്തോഷമായി. നമ്മുടെ റോൾ അവര് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത്താടെ ജീവിതമൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു ബെന്യാമിൻ? ഇല്ലില്ല, എല്ലാം മച്ച പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഫുൾ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ? സിനിമ കാണണ്ടേ? സിനിമ കാണണം, സിനിമ കാണണം. നമ്മുടെ നജീബ് ഖാൻ അനുഭവിച്ചത് ആ സിനിമയിലാണ് ഇനി പ്രേക്ഷകർ കാണേണ്ടത്. പറഞ്ഞാലും വായിച്ചാലും തീരാത്ത അനുഭവം സിനിമയിലുണ്ട് അല്ലേ? ഇപ്പൊ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. ഇപ്പൊ ഇത്താടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്ത് പറയണേ? എല്ലാരും വിളിക്കും. നീ അന്നേരം എല്ലാരും ചോദിക്കുക, നീ എങ്ങനെ സഹിച്ച്, നീ എങ്ങനെ മുന്നോട്ട് പോയി ഇതൊക്കെ തരണം ചെയ്ത്. അന്നേരം നമുക്ക് അള്ളാഹു ഒരു ബലം തന്ന് മുന്നോട്ട് പോയങ്ങനെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാ. പിന്നെ എല്ലാവർക്കും സന്തോഷം. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഞങ്ങൾ പോയി സിനിമ കാണും. നമ്മുടെ എല്ലാ കൂട്ടുകാരാണേലും ബന്ധുക്കാരാണേലും എല്ലാരും ഇങ്ങനെ കഥ വായിച്ച് വിളിക്കുന്നവർ, ഇത് ഒത്തിരി പേര് വിളിച്ചവരെല്ലാം ഇത് തന്നെയാണ്. ഇപ്പൊ എല്ലാവരും കൂട്ടുകാരികളും പഴയ സുഹൃത്തുക്കളും എന്ന് വെച്ചാൽ സ്കൂൾ ജീവിതത്തിലെ സുഹൃത്തുക്കൾ എല്ലാവരും അഭിമാനിക്കുന്ന ഒരു നിമിഷമായി മാറിയിട്ടുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ ഇത്താടെ ഹസ്ബൻഡ് നജീബിനെ കൊണ്ട് അഭിമാനിക്കുന്ന നിമിഷമായി മാറിയിട്ടുണ്ട്. അത് ഇത്താക്കും ഒരു അഭിമാന നിമിഷമാണ് അല്ലേ? അപ്പൊ എന്തായാലും സിനിമ കാണുക. കാരണം ഒരു ജീവിതത്തിന്റെ ഒരാൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് കാണാൻ ജീവിതം പല രീതിക്കുണ്ട്. ആ സിനിമ കണ്ടാൽ മാത്രം, പുസ്തകം വായിച്ചവർക്കല്ല,
അതിനപ്പുറത്തേക്ക് സിനിമ ഫ്രെയിമിൽ കാണുമ്പോഴാണ് ജീവിതം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ എനിക്ക് നേരത്തെ ഇത്താഴ് ഒരു കാര്യം കൂടി, നമ്മൾക്ക് ആ പുസ്തകം വായിച്ച് ഞാൻ ഇക്കാലത്ത് ചോദിച്ചു, ആ തിരിച്ചറിയൽ പരേഡ് അല്ലേ, അത് എൻ്റെയും മനസ്സലിഞ്ഞാണ് വായിച്ചപ്പം. ഇനിയും നജീബ് അകത്ത് പോവോ, അവരുടെ കൂടെ വായിച്ചപ്പോൾ മനസ്സിലായല്ലേ. ആ കഥ പറഞ്ഞിട്ടുണ്ടോ? ആ കഥ ഇക്ക പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ? പേടിച്ച്, ഭയങ്കരമായിട്ട് പേടിച്ചത്. ഇനിയും ഞാൻ എന്നെ കൊണ്ടുപോയി ഇനി ഞാൻ തിരിച്ചു വരത്തില്ല, അതോടുകൂടി എൻ്റെ മരണമാണെന്ന് ഞാൻ നിശ്ചയിച്ചു. പക്ഷേ എൻ്റെ അറബിയല്ല വന്നതെന്നുള്ള ഒരു സമാധാനം പിന്നീടാണ് കിട്ടിയത്. കണ്ട് തിരിച്ചു പോയതിന് ശേഷം ആ മനസ്സിന് സമാധാനം കിട്ടി. പാമ്പിന് പോലും എന്നെ വേണ്ടായിരുന്നു, പാമ്പ് കടിക്കട്ടെ എന്നും പറഞ്ഞ് കിടക്കും, മണ്ണ് ഇങ്ങനെ പൂത്തിവെച്ച് കാല് മണ്ണിൽ പൂത്തിവെച്ച് കിടക്കും എന്നെല്ലാം ചെയ്തിട്ടും പാമ്പിന് പോലും എന്നെ വേണ്ടായിരുന്നു. അല്ല, ജന്മം നൽകിയത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ തിരിച്ചെത്തുന്നുള്ളല്ലേ. അത് നിങ്ങളുടെയൊക്കെ ദുആയും പ്രാർത്ഥനയും എത്രയോ പേര് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലവും നിങ്ങളുടെ കരച്ചിലും എന്നും കാണുന്ന കണ്ണുനീര് നമുക്ക് ജന്മം നൽകി അള്ളാഹു കണ്ടു, തിരിച്ചു വന്നു, ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നു. അഭിമാനിക്കാവുന്ന ഒരു ഭർത്താവ് നമ്മുടെ കൂടെ. എപ്പോഴും എനിക്ക് അഭിമാനിക്കാവുന്ന ഭർത്താവ്. തീർച്ചയായിട്ടും. അപ്പം സിനിമ കാണാൻ മറക്കരുത് കേട്ടോ. ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞതാണ്.